എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 3 പേജസ് ഓഫ് വണ്ടർ എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ഒരു സ്വപ്നമാണ് ഒരു പുസ്തകം. ഇത് എഴുതിയത് നീൽ ഗെയ്മാൻ. ഡോർവേ. ഒബ്സർവ് ദ പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ദേ ആർ റീഡിങ് ബുക്സ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് വായന ഇഷ്ടമാണോ? യെസ് ഐ ലൈക്ക് റീഡിങ് എന്ന് എഴുതാം. ഇഷ്ടമുള്ളവർക്ക് യെസ് ഐ ലൈക്ക് റീഡിങ് എന്ന് എഴുതാം. ഇഷ്ടം അല്ലാത്തവർക്ക് നോ ഐ ഡോണ്ട് ലൈക്ക് റീഡിങ് എന്നും എഴുതാം. അടുത്ത ചോദ്യം ഏതാ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്റ്റോറി ബുക്ക്? മൈ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് ഈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ എഴുതി ചേർക്കുക. നാലാമത്തെ ചോദ്യം നോക്കൂ. ഡ്രാ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ബുക്കിലെയോ കാർട്ടൂണിലെയോ കഥാപാത്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ വരയ്ക്കേണ്ടത്. എന്നിട്ട് അനുയോജ്യമായ നിറം നൽകുക. ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിങ്. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. വായനയുടെ സന്തോഷം കണ്ടെത്തൂ, അത് നിങ്ങളുടെ ലോകം മാറ്റിമറിക്കും. ദ കളർഫുൾ ട്രഷർ. വർണ്ണാഭമായ നിധി. ടീയേഴ്സ് ആൻഡ് ജോയ്. കണ്ണുനീരും സന്തോഷവും. ഇൻ എ ഫർ അവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെന്റ് ടു സ്കൂൾസ്. വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ കുട്ടികൾ ഒരിക്കലും സ്കൂളിൽ പോയിരുന്നില്ല. ദേ ആൾവേസ് വാണ്ടേഡ് ഹിയർ ആൻഡ് ദെയർ. അവർ എപ്പോഴും അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞു നടന്നു. ദേ ലിവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. ഒരു മാലിന്യ കൂമ്പാരത്തിനരികെയാണ് അവർ താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്. മാലിന്യങ്ങളിൽ നിന്ന് കടും നിറങ്ങൾ പുറത്തേക്ക് ഒളിഞ്ഞു നോക്കിയിരുന്നു. ക്രംബിൾഡ് പേപ്പേഴ്സ്, ഷൈനി ബോട്ടിൽസ് ആൻഡ് ടാറ്റേഡ് ക്ലോത്ത് സ്കാറ്റേർഡ് എവരിവെയർ. ചുരുട്ടിയ പേപ്പറുകൾ, തിളങ്ങുന്ന കുപ്പികൾ, കീറിയ വസ്ത്രങ്ങൾ എന്നിവ എല്ലായിടത്തും ചിതറിക്കിടന്നിരുന്നു. ദ ചിൽഡ്രൻസ് ലാഫ്റ്റർ റാങ് ലൈക്ക് ബെൽസ് അമിഡ്സ്റ്റ് ദ ഗാർബേജ്. മാലിന്യങ്ങളുടെ ഇടയിൽ കുട്ടികളുടെ ചിരി മുഴങ്ങിക്കേട്ടിരുന്നു. ബട്ട് എ സാഡ്നസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു ദുഃഖം തങ്ങി നിന്നിരുന്നു. ചോദ്യമുണ്ട്, നോക്കാം. ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? വാട്ട് ഡു യു തിങ്ക്? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ അവസരം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തു കരുതുന്നു? യെസ്, ഇൻ കേരള ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നു. ബട്ട് ഇൻ അതർ സ്റ്റേറ്റ്സ്, പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചിൽഡ്രൻ ലിവിംഗ് ഇൻ റിമോട്ട് വില്ലേജസ് ഡു നോട്ട് ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ബട്ട് എ സാഡ്നസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് കാരണം? നോക്കാം. ദ റീസൺ ഫോർ ദെയർ സാഡ്നസ് ഈസ് ദാറ്റ് ദേ കുഡ് നോട്ട് ഗോ ടു സ്കൂൾ. അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തതാണ് അവരുടെ ദുഃഖത്തിന് കാരണം. എ തേർസ്റ്റ് ടു റീഡ്. വായിക്കാനുള്ള ദാഹം. എവരി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. മറ്റു കുട്ടികൾ എല്ലാ ദിവസവും ബസ്സിൽ കയറി സ്കൂളിൽ പോകുന്നത് കുട്ടികൾ കണ്ടു. ദേ ഓർ ക്ലീൻ ആൻഡ് അയൺഡ് യൂണിഫോംസ്. അവർ വൃത്തിയുള്ള തേച്ച വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. സം ഓഫ് ദം വെയർ റീഡിംഗ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ. ചിലർ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്നു. ഈ പാവപ്പെട്ട കുട്ടികളെ അവർ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. കുട്ടികൾ അവരെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ദേ ക്ലച്ച്ഡ് ആൻഡ് ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ ഗാർബേജ്. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയ ചുരുട്ടിയ പേപ്പറുകൾ അവർ മുറുകെ പിടിച്ചിരുന്നു. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിംഗ്. അവരിൽ ചിലർ മറ്റു കുട്ടികൾ വായിക്കുന്നത് അനുകരിച്ചു. ചോദ്യം നോക്കൂ. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്? എന്തുകൊണ്ടാണ് ഗ്രാമത്തിലെ കുട്ടികൾ സ്കൂൾ ബസ്സിലിരിക്കുന്ന കുട്ടികളെ കൗതുകത്തോടെ നോക്കാൻ കാരണം? ആൻസർ. ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് നെവർ ഗോട്ട് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ ഇൻ സ്കൂൾ ബസ്. സോ ദ ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്. ഗ്രാമത്തിലെ കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകാനുള്ള അവസരം ഒരിക്കലും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ സ്കൂൾ ബസ്സിലിരിക്കുന്ന കുട്ടികളെയൊക്കെ ആകാംക്ഷയോടെ നോക്കുന്നത്. ദ ഹിഡൻ ട്രഷർ. ഒളിഞ്ഞിരിക്കുന്ന നിധി. വൺ ഡേ എ വുമൺ കെയിം ദെയർ.
ഒരു ദിവസം അവിടെ ഒരു സ്ത്രീ വന്നു. ഷീ ഓർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. അവൾ ഒരു വെള്ള കുർത്തയ്ക്ക് മുകളിൽ ചുവന്ന ദുപ്പട്ട ധരിച്ചിരുന്നു. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹർ ബിഫോർ. കുട്ടികൾ അവളെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ദ ലുക്ക്ഡ് അറ്റ് ഹർ ഇൻ വണ്ടർ. അവർ അവളെ അത്ഭുതത്തോടെ നോക്കി. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അവൾ കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചു. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാനിവിടെ കുറച്ച് സമയം ഇരുന്നോട്ടെ? ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. കുട്ടികളോട് ചോദിച്ചിട്ട് അവൾ പൊട്ടിയ ഒരു പ്ലാസ്റ്റിക് ക്യാനിന് മുകളിൽ ഇരുന്നു. ദ ചിൽഡ്രൻ വെയർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾക്ക് ആശയക്കുഴപ്പമായി. അവർ പരസ്പരം നോക്കി. ഷീ ഓപ്പൺഡ് ഹർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. അവൾ ബാഗ് തുറന്ന് എന്തോ പുറത്തെടുത്തു. ഇവിടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഹൂ മേ ബി ദ ലേഡി? വൈ ഡിഡ് ഷീ കം ദെയർ? ആരായിരിക്കും ആ സ്ത്രീ? അവൾ എന്തിനാണ് അവിടെ വന്നത്? ഉത്തരം നോക്കാം. ദ ലേഡി മേ ബി എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആകാം ആ ലേഡി. ഷീ കെയിം ദെയർ ടു ടീച്ച് ദ ഇലിറ്ററേറ്റ് ചിൽഡ്രൻ. വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ആ ലേഡി അവിടെ വന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് മൈറ്റ് ബി ഇൻ ഹർ ബാഗ്? ക്യാൻ യു ഗെസ്? അവളുടെ ബാഗിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഊഹിക്കാമോ? ഐ ഗെസ് ദെയർ മൈറ്റ് ബി ബുക്സ് ഇൻ ഹർ ബാഗ്. ഞാൻ ഊഹിക്കുന്നത് അവരുടെ ബാഗിൽ ബുക്കുകളായിരിക്കുമെന്നാണ്. വി ടു ഹാവ് നെയിംസ്. ഞങ്ങൾക്കും പേരുകളുണ്ട്. ദ ചിൽഡ്രൻ വെയർ ക്യൂരിയസ് ആൻഡ് ഇൻച്ച്ഡ് ക്ലോസർ. കുട്ടികൾ ആകാംക്ഷയോടെ അടുത്തേക്ക് വന്നു. ദേ വെയർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷർ ഹിഡൻ ഇൻ ഹർ ബാഗ്. അവളുടെ ബാഗിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താൻ അവർക്ക് ആകാംക്ഷയായിരുന്നു. ദ വുമൺ റിവീൽഡ് എ കളക്ഷൻ ഓഫ് വൈബ്രന്റ് ബുക്സ് ഇൻക്ലൂഡിംഗ് ഡീപ് ബ്ലൂസ്, ബ്രൈറ്റ് യെല്ലോസ് ആൻഡ് റിച്ച് റെഡ്സ്. ആ സ്ത്രീ കടും നീല, കടും മഞ്ഞ, നല്ല ചുവപ്പ് നിറങ്ങളിലുള്ള ആകർഷകമായ കുറേ പുസ്തകങ്ങളുടെ ശേഖരം തന്നെ അവർക്ക് മുൻപിൽ തുറന്നു വച്ചു. ഷീ സ്മൈൽഡ് അറ്റ് ദം. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. അവൾ അവരെ നോക്കി ചിരിച്ചു. നിങ്ങളുടെ മനോഹരമായ പേരുകൾ പറയൂ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾ പരസ്പരം നോക്കി. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ഇതുവരെ ആരും അവരുടെ പേരുകൾ ചോദിച്ചിട്ടില്ലായിരുന്നു. മുത്തു, നിന്നു, താജു. ഹെസിറ്റൻ്റ്ലി ദേ അട്ടേർഡ് ദെയർ നെയിംസ്. മുത്തു, നിന്നു, താജു. മടിയോടെ അവർ അവരുടെ പേരുകൾ പറഞ്ഞു. ദേ വാണ്ടഡ് ടു നോ ഹർ നെയിം. അവർക്ക് അവളുടെ പേര് അറിയണമായിരുന്നു. Their eyes were asking for it. അവരുടെ കണ്ണുകൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. Call me ദീദി, the woman said pleasantly. എന്നെ ദീദി എന്ന് വിളിച്ചോളൂ, സ്ത്രീ സന്തോഷത്തോടെ പറഞ്ഞു. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്? വൈ? കുട്ടികൾ ദീദിയുടെ സാമീപ്യം ഇഷ്ടപ്പെട്ടിരുന്നോ? എന്തുകൊണ്ട്? ആൻസർ നോക്കാം. യെസ്, ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ് ബിക്കോസ് ഷീ കോൾഡ് ദം ബൈ ദെയർ നെയിംസ് ആൻഡ് ഗാവ് ദം എ കളക്ഷൻ ഓഫ് വൈബ്രന്റ് ബുക്ക്. അതെ, കുട്ടികൾക്ക് ദീദിയുടെ സാമീപ്യം ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ അവൾ എന്ത് ചെയ്തു? അവരുടെ പേര് വിളിച്ചു അല്ലേ. പിന്നെ എന്താണ്? ആകർഷകമായ ബുക്കുകൾ നൽകി. വേൾഡ് ഓഫ് വണ്ടേഴ്സ്. അത്ഭുതങ്ങളുടെ ലോകം. ദീസ് ബുക്സ് ആർ ഫോർ യു സെഡ് ദീദി. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, ദീദി പറഞ്ഞു. ഫോർ അസ്. ഞങ്ങൾക്കോ? എക്സ്ക്ലൈംഡ്. നിന്നു. നിന്നു അത്ഭുതത്തോടെ ചോദിച്ചു. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അനദർ. കുട്ടികൾ പരസ്പരം നോക്കി. ദേ ബിഗാൻ ടു ടേൺ ദ പേജസ്. അവർ പേജുകൾ മറിക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്, ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ദീദി പറഞ്ഞു, ശരി കുട്ടികളെ, എനിക്ക് പോകാൻ സമയമായി. സി യു ദീദി. കാണാം ദീദി. സി യു ടുമാറോ ദീദി സെഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. ശരി, നാളെ കാണാം. ദീദി കൈകൾ വീശി. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. കുട്ടികൾ തിരികെ കൈകൾ വീശി. ദേ ഡിഡ് നോട്ട് വിങ്ക് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയേർഡ്. ചുവന്ന ദുപ്പട്ട കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെ കുട്ടികൾ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. കുട്ടികൾ പുസ്തകങ്ങൾ എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് ദ വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. ഓരോ പുസ്തകങ്ങളും അത്ഭുത കഥകളും സുന്ദരമായ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. ദേ വെയർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്. അവർക്ക് കഥകൾ വായിക്കാൻ കഴിയുമായിരുന്നില്ല. ബട്ട് ദേ ഇമാജിൻഡ് സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്. പക്ഷേ ചിത്രങ്ങൾ നോക്കി ചില കഥകൾ അവർ ഭാവനയിൽ കണ്ടു. ചോദ്യം നോക്കാം. Why did the children keep watching until Didi's red
ദുപ്പട്ട ഡിസപ്പിയേർഡ്. ദീദിയുടെ ചുവന്ന ദുപ്പട്ട അപ്രത്യക്ഷമാകുന്നതുവരെ കുട്ടികൾ നോക്കി നിൽക്കാൻ കാരണമെന്ത്? The children were so excited because it was for the first time in their life that somebody had gifted them books. So they kept watching until her red dupatta disappeared. കുട്ടികൾ വളരെയധികം ആനന്ദിച്ചു, കാരണം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആരോ അവർക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കുന്നത്. അതുകൊണ്ട് അവർ അവളുടെ ചുവന്ന ദുപ്പട്ട അപ്രത്യക്ഷമാകുന്നതുവരെ നോക്കി നിന്നു. അടുത്ത പേജ് വായിക്കാം. അവർ ദീദി, ഞങ്ങളുടെ ദീദി. ദീദി ബിഗാൻ ടു കം എവരി ഡേ. ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. ദ സാറ്റ് വിത്ത് ഹർ ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ്. അവർ അവളുടെ കൂടെ ഇരുന്ന് കഥകൾ കേട്ടു. വാവ്, what fantastic tales ദീദി റീഡ് ഔട്ട് ടു ദം. എത്ര അതിശയകരമായ കഥകളാണ് ദീദി അവരെ വായിച്ചു കേൾപ്പിച്ചത്. സ്ലോലി ദേ ബിഗാൻ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. സാവധാനം അവർ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ തുടങ്ങി. ബിഫോർ ലോങ് ദേ വെയർ റീഡിംഗ് സ്റ്റോറീസ് ടു. അധികം താമസിക്കാതെ അവർ കഥകളും വായിക്കാൻ തുടങ്ങി. ദേ ബിഗാൻ ടു ലവ് ദെയർ ദീദി ഡീപ്ലി. അവർ ദീദിയെ അഗാധമായി സ്നേഹിക്കാൻ തുടങ്ങി. ദേ ഡിസൈഡ് ടു ഡെക്കറേറ്റ് ദീദീസ് സീറ്റ്. ദീദിയുടെ ഇരിപ്പിടം അലങ്കരിക്കാൻ അവർ തീരുമാനിച്ചു. ദേ ബ്രോട്ട് എ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ്. അവർ ഒരു കസേരയും ഒരു കാർപ്പറ്റും കർട്ടനുകളും കൊണ്ടുവന്നു. ബൈ നൗ ദീദി സ്പേസ് ലുക്ക്ഡ് ലവ്ലി. ഇപ്പോൾ ദീദിയുടെ സ്ഥലം മനോഹരമായി കാണപ്പെട്ടു. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷേ ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷി ഡിഡ് നോട്ട് കം. പിറ്റേ ദിവസവും അവൾ വന്നില്ല. ദ ചിൽഡ്രൻ വെയർ വറീഡ്. അവൾക്ക് വിഷമമായി. യെറ്റ് ദേ കണ്ടിന്യൂഡ് ടു വെയിറ്റ്. എങ്കിലും അവർ കാത്തിരിപ്പ് തുടർന്നു. ബട്ട് ഷി ഡിഡിൻറ്റ് കം. പക്ഷേ അവൾ വന്നില്ല. ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദീസ് സീറ്റ്. ദീദിയുടെ ഇരിപ്പിടം കുട്ടികൾ എങ്ങനെയാണ് മനോഹരമാക്കിയത്? ആൻസർ നോക്കാം. ദേ ബ്യൂട്ടിഫൈഡ് ദീദീസ് സീറ്റ് വിത്ത് എ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ്. അവർ ദീദിയുടെ ഇരിപ്പിടം കാർപ്പറ്റും കുറച്ച് കർട്ടൻസ് ഒക്കെ ഉപയോഗിച്ച് മനോഹരമാക്കി മാറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഹാപ്പൻ ടു ദീദി? ക്യാൻ യു ഗെസ്? ദീദിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഐ ഗെസ് ദീദി മേ ബി സിക്ക്. ഞാൻ ഊഹിക്കുന്നത് ദീദിക്ക് അസുഖമായിരിക്കാം. എ ക്ലൂ, ഒരു സൂചന. വൺ ഡേ ഇൻ എ ബുക്ക് ദേ സോ ദീദീസ് അഡ്രസ് റിട്ടൺ ഓൺ ദ ലാസ്റ്റ് പേജ്. ഒരു പുസ്തകത്തിന്റെ അവസാനത്തെ പേജിൽ ദീദിയുടെ മേൽവിലാസം എഴുതിയിരിക്കുന്നത് ഒരു ദിവസം അവർ കണ്ടു. ദേ നോട്ടഡ് ഇറ്റ് ഡൗൺ. അവർ അത് എഴുതിയെടുത്തു. എക്സൈറ്റഡ്ലി ദേ വെന്റ് ഇൻ സെർച്ച് ഫോർ ഹർ. ആവേശത്തോടെ അവർ അവളെ അന്വേഷിച്ചിറങ്ങി. ദേ ക്യാരിഡ് ദ ബുക്സ് വിത്ത് ദം. അവർ പുസ്തകങ്ങളും കയ്യിലെടുത്തു. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. അപ്പോഴേക്കും ബസ്സിൻ്റെ നമ്പറും പോകേണ്ട സ്ഥലവും വായിക്കാൻ അവർ പഠിച്ചിരുന്നു. ദേ ട്രാവൽഡ് ടു ദീദീസ് പ്ലേസ്. അവർ ദീദിയുടെ സ്ഥലത്തേക്ക് യാത്രയായി. ദേ സെർച്ച്ഡ് ഫോർ ഹർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ദീദിയുടെ വീട് അന്വേഷിച്ചു. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷേ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടയേർഡ് ആൻഡ് സാഡ് ദേ ഡിസൈഡ് ടു റിട്ടേൺ. ക്ഷീണിച്ച് ദുഃഖിതരായി അവർ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ജസ്റ്റ് ആസ് ദേ വെയർ റിട്ടേണിംഗ് സമ്മോൺ സോ എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ്. അവർ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു വീടിൻ്റെ ടെറസിൽ ഒരു ചുവന്ന ദുപ്പട്ട കിടക്കുന്നത് അവരിൽ ഒരാൾ കണ്ടു. ദേ റാൻ ടു ദാറ്റ് ഹൗസ്. അവർ ആ വീട്ടിലേക്ക് ഓടി. ദേർ ദേ സോ ദീദി ലൈയിങ് ഇൻ ദ ബെഡ്. അവിടെ ദീദി ഒരു കട്ടിലിൽ കിടക്കുന്നത് അവർ കണ്ടു. ഷി ലുക്ക് വെരി ഇൽ. അവളെ കണ്ടപ്പോൾ അസുഖബാധിതയായി തോന്നി. തന്നിട്ടുള്ള ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്? ദീദിയുടെ വീട് കുട്ടികൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നോക്കാം. ദേ നോട്ടീസ്ഡ് എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ് ആൻഡ് റാൻ ടു ദാറ്റ് ഹൗസ്. ദീദി വാസ് ലൈങ് ഇൻ ദ ബെഡ് ദെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കുഡ് ബി ദീദീസ് ഫീലിംഗ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ? കുട്ടികളെ കാണുമ്പോഴുള്ള ദീദിയുടെ മനോഭാവം എന്തായിരിക്കും? ദീദി വിൽ ബി വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. ദീദിക്ക് കുട്ടികളെ കണ്ടാൽ വളരെ സന്തോഷവും അതിശയവും ഉണ്ടാവും. അടുത്ത പേജ് നോക്കാം. ദ മാജിക് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ മാന്ത്രിക ശക്തി. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. കുട്ടികളെ കണ്ടപ്പോൾ ദീദിക്ക് സന്തോഷവും അതിശയവുമായി. ഷീ സാറ്റ് അപ്പ് ഓൺ ഹർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹർ. കുട്ടികൾ ചുറ്റുമിരുന്ന് അവൾക്ക് കഥകൾ വായിച്ചു കൊടുത്തു. ടീയേഴ്സ് ഓഫ് ജോയ് ഫെൽഡ് ദീദീസ് ഐസ്. ദീദിയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണുനീർ നിറഞ്ഞു. ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. ദീദി അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയിൽ അവരെ കാണാമെന്ന് ദീദി വാക്കുകൊടുത്തു.
ദ ചിൽഡ്രൻ റിട്ടേൺ ഹോം ഹാപ്പിലി. കുട്ടികൾ സന്തോഷത്തോടെ വീട്ടിൽ മടങ്ങിയെത്തി. നൗ ദീദി കംസ് എവരി ഡേ. ദീദി ഇപ്പോൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. യു ക്യാൻ ഫൈൻഡ് ദം എവരി ഈവനിങ്. എല്ലാ വൈകുന്നേരങ്ങളിലും നിങ്ങൾക്ക് അവരെ കാണാം. യു ക്യാൻ സീ ദം ലാഫിംഗ്. അവർ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യു ക്യാൻ ഹിയർ ദം റീഡിംഗ്. അവർ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. യു ക്യാൻ വാച്ച് ദം ഹാവിംഗ് സോ മച്ച് ഫൺ. അവരുടെ ധാരാളം തമാശകൾ നിങ്ങൾക്ക് കാണാം. ദ ചിൽഡ്രൻ ദ ദീദി ആൻഡ് ദ ബുക്സ്. കുട്ടികളും അവരുടെ ദീദിയും പിന്നെ കുറേ പുസ്തകങ്ങളും. ഇത് എഴുതിയത് രുക്മിണി ബാനർജിയാണ്. തന്നിട്ടുള്ള ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലീവ്സ്. ദീദിയുടെ വരവ് കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിയത്? നോക്കാം. ആൻസർ നോക്കാം. എവരി ഈവനിങ് ദേ സാറ്റ് വിത്ത് ദീദി ടു റീഡ് ആൻഡ് ലാഫ്. ദേ ഹാഡ് സോ മച്ച് ഫൺ വിത്ത് ദീദി ആൻഡ് ദ ബുക്സ്. ദർ ലൈഫ് ചേഞ്ച്ഡ് എ ലോട്ട് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ദീദി. എല്ലാ വൈകുന്നേരവും അവർ ദീദിയോടൊപ്പം ഇരുന്ന് വായിക്കുകയും ചിരിക്കുകയും ചെയ്തു. ദീദിയോടും പുസ്തകങ്ങളോടും കൂടെ അവർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ദീദിയുടെ വരവിന് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. നെക്സ്റ്റ് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. കഥയുടെ സന്ദേശം എന്താണ്? ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ് ഇഫ് ചിൽഡ്രൻ എക്സ്പീരിയൻസ് ദ റിയൽ ജോയ് ഓഫ് റീഡിംഗ് ദെയർ വിൽ നോട്ട് ബി എനി ലിമിറ്റ് ടു ദെയർ ഹാപ്പിനെസ്. ഈ കഥയുടെ സന്ദേശം എന്തെന്നാൽ കുട്ടികൾക്ക് വായനയുടെ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞാൽ അവരുടെ സന്തോഷത്തിന് ഒരു പരിധിയും ഉണ്ടാകില്ല എന്നതാണ്. ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ കഥാഭാഗം അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാതെ പോകല്ലേ. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം.